എൻ്റെ പൊന്നു ടീച്ചർമാരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടാണ് ഞാൻ ആ ചോദ്യം. അച്ഛനത് മണ്ടനാണ് ചാ, ഒരു വർഷം കൊണ്ടൊക്കെ ഏത് തെങ്ങും വീണ് തേങ്ങ കുറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി രക്ഷയില്ല. അവസാനം പറഞ്ഞടാ എനിക്ക് അറിഞ്ഞോടാ, ഞാൻ തോറ്റ്, നീ പറഞ്ഞാൽ മതി. ശരി അച്ഛാ, അച്ഛൻ പൊക്കോ. യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി. അപ്പൊ കുട്ടീനോട് ഞാൻ ചോദിക്കണം, മോനെ അപ്പനെന്ത് ചെയ്യും? അപ്പോൾ ഈ കോച്ച് അമ്മേ ദേ അപ്പനെന്ത് ചെയ്യുന്നു? ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ചിരിക്കുന്നത് ഇത് ചിരിഗ്രന്ഥി ഇല്ലേ എന്ന് വിചാരിച്ചു. ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വില കുറഞ്ഞതുമായ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്ത്? ചിരിയാണ്. പെറ്റിട്ടെന്ന് മാത്രമല്ല, പെറാനും പറ്റിയില്ല, വലിച്ചെറിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത് അന്ന് മുതൽ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സമ്മാനവും സംഭാവനയാണ് നടുവേദന, മുട്ടുവേദന. അത് മരണം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി 9 എണ്ണത്തിന് മറന്നാലും എന്നെ അമ്മ മറന്നിട്ടില്ലെന്നുള്ള. മുമ്പിലിരിക്കുന്ന കുട്ടിയോട് ഞാൻ ആ ചോക്ക് എടുത്തന്നെ, കൊച്ചു ചോക്ക് എടുത്ത് തരും. ഉള്ളില് കൊച്ചിന്റെ ഒരു സംഭാഷണം ഉണ്ടാവും. ഡീന്ന് എന്നെ ടീച്ചറായിപ്പോയി കാണിച്ചു തന്നെ എന്നെ. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരിക. ദൈവമേ, പുള്ളിക്കാരത്തി 2 കാര്യത്തിന് മാത്രമേ വരാറുള്ളൂ. ഒന്ന്, എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും, അത് വീട്ടിൽ വന്ന് അറിയിക്കുക. വീട്ടിലുള്ളവരിൽ നിന്ന് ഒരു സമ്മാനം എനിക്ക് മേടിച്ചത്. ടീച്ചർ വന്നിട്ടല്ല, എന്താണ് നീ കാണിച്ചത്? ഞാൻ പറഞ്ഞു കാണിച്ചത് ഒരുപാടുണ്ട്, പക്ഷെ കണ്ടത് ഏതാണെന്ന് എനിക്കറിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പൂനെയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 പേരുള്ളൂ ഞങ്ങൾ, 20 സ്റ്റുഡൻസ്. അച്ഛാ ഒരു ചോദ്യം, ഒറ്റ പ്രാവശ്യം ചോദിക്കുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കണോട്ടാണ്. എൻ്റെ പൊന്നു ടീച്ചർമാരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടാണ് ഞാൻ ആ ചോദ്യം. അതിനുശേഷം പല സ്ഥലത്തു നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അവൻ്റെ ചോദ്യം ഉത്തരമുണ്ട്. അച്ഛാ ഒറ്റ പ്രാവശ്യം ചോദിക്കോളട്ടാ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേട്ടി വളരെ പാവപ്പെട്ടവളായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, 1 വർഷം കൊണ്ട് പണക്കാൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇത് തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ, ഒരു പ്രാവശ്യം ചോദിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ ഞാനൊരു അച്ഛനല്ലടാ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം, പക്ഷേ ഇനി ചോദിക്കരുത്. നമ്മുടെ അപ്പുറത്തെ മേരി ചേച്ചി വളരെ പാവപ്പെട്ടവനായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, 1 വർഷം കൊണ്ട് പണക്കാരനായി, എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ഇതെന്ത് ചോദ്യം? ഞാൻ പറഞ്ഞു എടാ, അപ്പം ഞാൻ പറഞ്ഞു എടാ ആ തേങ്ങ ആ മേരി ചേച്ചി കൊണ്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് മുളച്ചു വന്ന് അതുമ്മ വേറെ തേങ്ങ വെട്ടി വിറ്റിട്ടുണ്ടാവൂടാ. അച്ഛനത് മണ്ടനാണ് ചാ, ഒരു വർഷം കൊണ്ടൊക്കെ ഏത് തെങ്ങും വീണ് തേങ്ങ ഉണ്ടാവും. അവനങ്ങോട്ട് കിടന്ന് എന്താണ് അർമാദിക്കാണ് നമ്മൾ കിടന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി രക്ഷയില്ല. അവസാനം പറഞ്ഞടാ എനിക്ക് അറിഞ്ഞോടാ, ഞാൻ തോറ്റ്, നീ പറഞ്ഞാൽ മതി. അവന് ഉത്തരം പറഞ്ഞാൽ മതി. അവനപ്പം അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടി. എന്താണ് പ്രിയമുള്ളവരെ, എനിക്കറിയാം എന്ത് ഇത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അച്ഛനത് പറയാൻ പറ്റുള്ളൂ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറയാം. അച്ഛാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, 1 പ്രാവശ്യം പറയൂ. ഓക്കെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്, കാരണം ഞാൻ ബാധ്യസ്ഥനാണല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക്. എന്നാലും അപ്പോൾ അവൻ പറയാം, അച്ഛാ ഈ മേരി ചേച്ചി ആകെ ഉണ്ടായിരുന്നത് ഒരു തേങ്ങയാണല്ലോ, ഈ തേങ്ങ ഈ മേരി ചേച്ചി ഇത് പൊതിച്ചിട്ട് ഈ ഒരു പാര മേടിച്ച് പൊതിച്ച്, എന്നിട്ട് ഒരു വെട്ടുകത്തി അപ്പുറത്തെ വീട്ടിലെ മത്തായി ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു വെട്ടുകത്തി കടം മേടിച്ചിട്ട് ഈ തേങ്ങ 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു മുറിയിൽ മേരി ചേച്ചി താമസിച്ചു, മറ്റത് 2000 രൂപ വാടക കൊടുത്തു. എൻ്റെ പൊന്നു ടീച്ചർമാരെ, ഒരു വെട്ടുകത്തി എനിക്ക് അന്നേരത്ത് കിട്ടി വെച്ചിങ്ങനെ അവനെ 2ആയിട്ട് മുറിച്ചിട്ട് ഞാൻ 2ഉം വിറ്റാനെ, ഒരെണ്ണം ഫ്ലാറ്റ് പണിതാൻ. എനിക്കിത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചു നേരം അവനെ നോക്കി എന്നിട്ട് പറഞ്ഞേട്ടാ ഞാൻ പൊക്കോട്ടെ. ശരി അച്ഛാ, അച്ഛൻ പൊക്കോട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. ഏത് അപ്പുറത്തും ഇപ്പുറത്ത് നിർത്താൻ വേണ്ടി 2 കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു എന്ത് വെച്ചിട്ട് നിന്റെ മുഖം എന്താണ് ഉണക്കുന്തിരി പോലെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലടക്കാതെ ഇപ്പം അങ്ങനെ സംഭവിച്ചു പോയി, ഇപ്പം എന്ത് ചെയ്യാനാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഡ്യൂട്ടി നോക്കിയപ്പോൾ ആ ചെക്കനോട് വെറുതെ ഇരിക്കുകയാണ്, ഈ അച്ഛനോട് വെറുതെ ഇരിക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നടാ, ഈ അച്ഛൻ അത് അറിഞ്ഞുവിടോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കടാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള കർത്താവ് പഠിപ്പിച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞു എടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവന് ഓടി ഇങ്ങോട്ട് വരികയാണ്. ഞാൻ വെറുതെ അവരുടെ ഇടയിൽ റെഫറി സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ, എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഇവനെ ഇങ്ങനെ പൊക്കി ഒരു ടീപ്പോയുടെ മുകളിലിരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് എടുത്തിട്ട് പറഞ്ഞാൽ ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിൽ ശരി, ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിൽ ശരി, നിൻ്റെ അവതരണത്തിന് 100 മാർക്ക്. പ്രിയമുള്ളവരെ, എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഒരു വെട്ടുകെടുത്തിയെടുത്ത് അവനെ 2ആയിട്ട് മുറിച്ചിട്ട് 2ഉം വിൽക്കാൻ നോക്കിയ ഞാനും ഇത് തന്നെ വേറൊരു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അവനോട് കാണിച്ച രീതിയും അത് എന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. എന്താണ്? യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി. പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ
എൻ്റെ കാഴ്ചപ്പാടോടുകൂടെ കാണാൻ പരിശ്രമിച്ചാൽ അതൊക്കെ നെഗറ്റീവ് ആവും. അത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം. വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു 6 കാര്യങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഒന്ന്, എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് വേണം അവിടെ പോരാൻ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാ? ഇത് നിങ്ങളുടെ മുതിർന്നവരോട് പറയേണ്ട ഒരു കാര്യമല്ല. വീട്ടിൽ LKG പഠിക്കുന്ന ഒരു കുട്ടിയുള്ളൂ എന്ന് വിചാരിക്കും. ഇറങ്ങിപ്പോരുമ്പോൾ ആ കുട്ടീനോട് പറയണം, എന്താണ്? ഞാൻ അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ പോവാ, വൈകുന്നേരം വരുള്ളൂ. പ്രിയമുള്ളവരെ, എന്താണ് മെച്ചമെന്നറിയാം? ആ വീട്ടിലേക്ക് ഒരാൾ കയറി വരിക. അപ്പോൾ ഉമ്മറത്ത് LKG പഠിക്കുന്ന കുട്ടി ഇരിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിവരം വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ നമുക്കതാണ് ഇപ്പോഴും വന്നിട്ടില്ല, അവർക്ക് ഭയങ്കര വിവരം. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിക്കണം, മോനെ അപ്പനെന്ത് ചെയ്യും? അപ്പോൾ ഈ കൊച്ചു, അമ്മേ ദേ അപ്പനെന്ത് ചെയ്യുന്നു? പകുത്തുന്ന അമ്മ ആക്കറിയടക്ക എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ കൊച്ച് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാണ് ആ ചേട്ടൻ. അപ്പോൾ ആ വീടിനെ പറ്റി ഒരു ധാരണയായി. അതേ വീട്, അതേ കുട്ടി, അതേ ചോദ്യം. ഈ കൊച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഞാൻ നിങ്ങളുടെ ബാങ്കിൽ പോകണേണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. അപ്പൻ എന്തെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയണം, അപ്പം ബാങ്കിൽ പോവാണ്, 2 മണിയാകുമ്പോൾ വരും. അവിടെ ഉണ്ടാകുന്നൊരു വ്യത്യാസം. അത് നമുക്ക് ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് വളർത്തിയെടുക്കാനുള്ളൊരു സാധ്യതയാണെന്നുള്ള. ബി പങ്ക്ച്വൽ. കൃത്യസമയത്ത് വരാറുണ്ടോ? പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാലേ പരപ്രേരണ കൊണ്ട് നാം നടത്തുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമല്ല കേട്ടോ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇവിടെ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ 9 മണിക്ക് വന്നു. അതല്ല പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഒരു ഫ്രീ ഡേ, നിങ്ങളൊരു ടൈം ടേബിൾ ഇടുക. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. പിറ്റേ ദിവസം 7 മണിക്ക് അലാം അടിച്ചു. പരിപാടി ഒന്നുമില്ലാത്തല്ലേ, 10 മിനിറ്റ് മണി കിടക്കാം. യു ആർ നോട്ട് പങ്ക്ച്വൽ. അതുകൊണ്ട് നിങ്ങൾ പങ്ക്ച്വൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പരപ്രേരണ കൂടാതെ നിങ്ങൾ സ്വന്തമായി എടുത്തിട്ടുള്ള ഒരു ടൈം ടേബിളിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഐ ആം പങ്ക്ച്വൽ. സോ പങ്ക്ച്വാലിറ്റി ഷുഡ് കം ഫ്രം ഇൻസൈഡ്. ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മൂന്നാമത്തത്, ഒന്ന് ചിരിച്ചൊക്കെ നിൽക്കണമെന്നാണ്. ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ചിരിക്കുന്നത്, ഇത് ചിരിഗ്രന്ഥി ഇല്ലേ എന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണുണ്ട്. അത് ഇളിയാവരുത്. ചിലരുണ്ട് ഒരു ഇളി, അത് കാണുമ്പോൾ തന്നെ സിബ് ഉറക്കണമല്ലേ, എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് ഒരു പിടി. ചിലർ ചിരിക്കും, അത് മറ്റുള്ളവർക്ക് ഒരു ശല്യമായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ശല്യമാകുമ്പോൾ ആളെ കൊണ്ടുപോയിട്ട് മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഫുഡ് ഇങ്ങനെ തള്ളിത്തരും. അതുകൊണ്ട് ചിരി അതൊരു ഇളിയാവരുത്, ഒപ്പം അത് വേറൊരാൾക്ക് ശല്യമാവരുത്. ഇറ്റ് ഷുഡ് കം ഫ്രം ഇൻസൈഡ്. ഇറ്റ് മസ്റ്റ് ബി സ്പോണ്ടേനിയസ്. ആ ചിരി അത് വരുമ്പോൾ അറിയാൻ പറ്റും ആർട്ടിഫിഷ്യലാണോ ഒറിജിനലാണോ. ഒറിജിനൽ ചിരി പെട്ടെന്ന് പോവില്ല, അതിങ്ങനെ നിൽക്കും കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ ചുണ്ടുകളിൽ തളം കെട്ടി നിൽക്കുന്നൊരു യാഥാർത്ഥ്യമായിട്ട് ചിരിയെ മാറ്റണം. ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വില കുറഞ്ഞതുമായ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്ത്? ചിരിയാണ്. എല്ലാവരുടെ അടുത്തും ചിരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഈ പറഞ്ഞ 2 കാര്യങ്ങളും കൂടെ നോക്കണം. സോ ട്രൈ ടു ബി ഓൾവേസ് ചിയർഫുൾ. മൂന്നാമത്തത്, ബി പൊളൈറ്റ്. മര്യാദ വേണം. മര്യാദ എവിടെ നിന്ന് കിട്ടും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ്? മര്യാദ കുടുംബത്തിൽ നിന്ന് കിട്ടണം. എന്നെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും, അത് എത്ര തറയായിക്കോട്ടെ, അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവനൊക്കെ ഏത് കുടുംബത്തിൽ പറഞ്ഞാടാ? അതായത് പൂർവികരെ വരെ തെറി പറഞ്ഞേക്കണം അവൻ. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ വളർത്തു ദോഷം പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പൊളൈറ്റ് അല്ലെന്നാ പറയാം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലേ നല്ല കുടുംബത്തിൽ ഇപ്പോഴാണ് ഒറ്റണം കുടുംബത്തിൽ പറക്കണമില്ല അല്ലേ, ഒക്കെ പറക്കണം ആശുപത്രിയിലാണ്. കുടുംബത്തിൽ പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ. 1 2 3 കൈയടിക്കൂ ബാക്കിയുള്ളവര്. സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ 10 എണ്ണമാണ്. ഞങ്ങളുടെ വീട്ടിൽ 10 എണ്ണമാണ്. 9 കുടുംബത്തിൽ പറഞ്ഞാണ്. അമ്മ മാത്രം കുടുംബത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്രക്ക് സ്ഥാനമില്ല വീട്ടിൽ. ബാക്കി എല്ലാത്തിനും അമ്മ കൂളായിട്ട് പെറ്റിട്ടിട്ട് പിറ്റേ ദിവസം പണിക്ക് പോയപ്പോൾ എന്നെ പെറ്റിട്ടെന്ന് മാത്രമല്ല പെറാനും പറ്റിയില്ല, വലിച്ചെറിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത്. അന്നു മുതൽ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സമ്മാനവും സംഭാവനയാണ് നടുവേദന, മുട്ടുവേദന. അത് മരണം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി 9 എണ്ണത്തിന് മറന്നാലും എന്നെ അമ്മ മറന്നിട്ടില്ലെന്നുള്ള. പ്രിയമുള്ളവരെ, ഒരു മര്യാദ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ്.
ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാം. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോക്ക് താഴെ വീഴും. മുമ്പിലിരിക്കുന്ന കുട്ടിയോട് ഞാൻ ആ ചോക്ക് എടുത്ത് തന്നെ. കൊച്ചു ചോക്ക് എടുത്ത് തരും. ഉള്ളിൽ കൊച്ചിൻ്റെ ഒരു സംഭാഷണം ഉണ്ടാവും. ഡീന്ന് എന്നെ ടീച്ചറായിപ്പോയി കാണിച്ചു തന്നാൽ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് വീണ്ടും ചോക്ക് താഴ്ത്തു വീണ് വീണ് എടുത്താൽ നിൽക്കുന്നു. അപ്പോൾ ആദ്യത്തെ തന്നെ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കുള്ളൂ. എവിടെയെങ്കിലും വെച്ച് ഒറ്റക്ക് കിട്ടിയാൽ സൂക്ഷിച്ചോ, എന്തെങ്കിലും സംഭവിച്ചിരിക്കും. പ്രിയമുള്ളവരെ, അതേ കുട്ടി, അതേ ടീച്ചർ, അതേ ക്ലാസ്, ചോക്ക് താഴെ വീഴും. മോളെ ഒന്നെടുത്ത് തരും. അവളിങ്ങനെ എടുത്ത് തരും. എന്നിട്ട് ദൈവമേ ഒന്നുകൂടി വീണേക്കണേ. അവൾ പ്രാർത്ഥിക്കും. വീണ്ടും വീഴുമ്പോൾ പറയണ്ട, അവളെടുത്ത് തരും. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളൈറ്റ്നെസ് ആൻഡ് ഹാർഡ്നെസ്. അതുകൊണ്ട് ട്രൈ ടു ബി പൊളൈറ്റ്. 3, ട്രൈ ടു ബി ഹെൽപ്ഫുൾ. മറ്റുള്ളവരോട് സഹായ മനസ്കത ഉള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. സഹായം അല്ലേ? എൻ്റെ ബാച്ചിൽ ഒരുത്തനുണ്ട്, അവൻ ഒരാളെ സഹായിക്കൂല. വേറൊരുത്തനുണ്ട്, അവൻ ഒരാളുടെ സഹായവും വേണ്ട. അപ്പോൾ ഒരാളെ സഹായിക്കാത്തവൻ ഇവൻ്റെ അടുത്ത് കൊണ്ടുവരണം. എടാ ഞാൻ അലക്കി തന്നെ ഒന്ന് ചോദിക്കും. കാരണം വേണ്ടെന്ന് പറയും. ഒരു ദിവസം ഞങ്ങളെയൊക്കെ കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു, എടാ ഇനി എങ്ങനെ അവൻ വന്ന് ചോദിച്ചാ വേണമെന്ന് പറഞ്ഞേക്കണമെന്ന്. ഞങ്ങളെയൊക്കെ കൂടി പിന്നാലെ പോയി അവനോട് ചോദിച്ചു, എടാ ഞാൻ അലക്കി തന്നെ ബെഡ്ഷീറ്റ്. അലക്കി തന്നെ. അത് അപ്പം ഞങ്ങളെ കൂടി നീ അലക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സഹായ മനസ്കത ഉള്ളവരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. ഇറ്റ്സ് ഈസി ടു പ്രിറ്റൻഡ്. അപരൻ്റെ മുമ്പിൽ ഞാൻ സഹായ മനസ്കതയുള്ളവനാണെന്ന് ഉള്ളവളാണെന്ന് അഭിനയിക്കാൻ പറ്റും. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ ആ ഒരു ഫീലിൽ നമുക്ക് നിൽക്കാൻ പറ്റണ്ടെന്നുള്ളു. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. എനിക്ക് മുകളിൽ ഒരു ചേട്ടനുണ്ട്, അതിന് മുകളിൽ ഒരു ചേട്ടനുണ്ട്, അതിന് മുകളിൽ ഒരു ചേച്ചിയാണ്. അപ്പം ഞങ്ങളൊരു ദിവസം വീടിൻ്റെ വരാന്തയിൽ, ഇന്നത്തെ കാലത്ത് ഒരു സിറ്റ് ഔട്ട്, അന്ന് വരാന്തയാണ്. ആ വരാന്തയിൽ ഞങ്ങൾ കല്ല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ല് കളിക്കുക അല്ലേ, 5 കല്ലുള്ള ഒരു കല്ല്. അങ്ങനെ കല്ല് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അത് ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, ഇപ്പം അങ്ങനെ കളിക്കാൻ സാധ്യത. കല്ല് കളിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എന്ന് വെച്ചാൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും കൂടെ എറിയാം. അങ്ങനെയുള്ള കലാപ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വീടിനൊരു പടിയുണ്ട്. ഇന്നത്തെ ഗേറ്റ്, മുമ്പ് അത് പടിയാണ്. പടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടക്കാമരത്തിൻ്റെ കമ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാനാണ്. അതിങ്ങനെ നല്ല ഗ്രില്ല് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് ഒരു അടക്കാമരം ഇങ്ങനെ നീക്കി വെക്കും. അതിങ്ങനെ തള്ളിയാൽ തുറക്കൂല, ഇപ്പം സ്വിച്ച് ഇട്ടാൽ തുറക്കണം. അതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അടിയിൽ ഇങ്ങനെ പുലി വരച്ചേക്കണ ഒരു പാടുണ്ടാവും. ഇല്ല, പഴയ വീട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആ പടി അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് എന്ത് കളിക്കുക? കല്ല് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരിക. ദൈവമേ, പുള്ളിക്കാരത്തി 2 കാര്യത്തിന് മാത്രമേ വരാറുള്ളൂ. ഒന്ന്, എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും, അത് വീട്ടിൽ വന്ന് അറിയിക്കുക. വീട്ടിലുള്ളവരിൽ നിന്ന് ഒരു സമ്മാനം എനിക്ക് മേടിച്ചു തരാം. അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് അത് അമ്മനോടോ അപ്പനോടോ പറയാം. അതിന് വേണ്ടിയിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി ചോദിച്ചിട്ടാ, ടീച്ചർ വന്നിട്ടുണ്ടല്ലോ, എന്താണ് നീ കാണിച്ചത്? ഞാൻ പറഞ്ഞു, കാണിച്ചത് ഒരുപാടുണ്ട്, പക്ഷെ കണ്ടത് ഏതാണെന്ന് എനിക്കറിഞ്ഞു. ഈ സാധനം ഏത് കണ്ടിട്ടാണ് എനിക്ക് വന്നതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഈ മറ്റേ നമ്മുടെ പുലിവരയം വരച്ചിട്ട് ടീച്ചർ അകത്തോട്ട് കയറി വരിക. എന്നിട്ട് ടീച്ചർ ആദ്യം ചോദിച്ചത്, എടാ ജോർജിൻ്റെ വീട് ഏതാണെന്ന്. ഒരാശ്വാസം. തൊട്ടപ്പുറത്ത് വീട്ടിലെ ജോർജിൻ്റെ അപ്പൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നേക്കണം. അപ്പോൾ ജോർജിൻ്റെ അപ്പനെ കാണാൻ വന്നാണ്. അപ്പോൾ നമ്മൾ അന്ന് കാണിച്ച കുരുത്തക്കേടുകൾ ദൈവം സഹായിച്ച് ടീച്ചർ കണ്ടിട്ടില്ല. അങ്ങനെ ആ സന്തോഷത്തിൽ അപ്പോൾ ടീച്ചർ വീട് കാണിച്ചു. അപ്പോൾ എങ്ങനെ കല്ലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ തിരിച്ചു വന്നു. അപ്പോഴും ഞങ്ങൾ കല്ല് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർ ചോദിച്ചിടാ, നിർത്താറായില്ലേ? ഇപ്പം തീരും ടീച്ചറേ. അമ്മനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ പൊക്കി തുറന്ന ആ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ എൻ്റെ ചേച്ചി ടീച്ചറെ അവിടെ കിടന്നോട്ടെ, ഞാൻ അടച്ചോളാം. പൊക്കിയ പടി അവിടെ തന്നെ ഇട്ടു. ടീച്ചർ നടന്നു പോവാം. അപ്പോൾ ടീച്ചറുടെ ഉള്ളിൽ എന്തുണ്ട്? എന്ത് നല്ല ചേച്ചി. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. എന്ത് നല്ല മാതാപിതാക്കൾക്ക് ആ കൊച്ചിനെ കിട്ടിയതിൽ വളരെ സന്തോഷത്തോട്ട് ഇങ്ങനെ ഈ ടീച്ചർ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ടീച്ചറും മറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഈ ചേച്ചി എഴുന്നേറ്റ് എൻ്റെ പുറത്തൊരു ഒറ്റ ചവിട്ടിട്ട് പോയി അടച്ചിടാന്ന് പറഞ്ഞു. ഞാനിത് അടക്കാൻ പോയപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തൊരു ദുഷ്ടത്തെയാണല്ലോ ആ ചേച്ചി. കിട്ടിയ ചവിട്ട് വേറെ സമയത്ത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ടീച്ചറുടെ മനസ്സിൽ ഈ ചേച്ചി
ആ സഹായ മനസ്കതയുള്ളൊരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, സഹായ മനസ്കതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും. ഇറ്റ്സ് വെരി ഈസി. ബട്ട് ടു പ്രൂവ് ദാറ്റ് ഐ ആം ഹെൽപ്ഫുൾ ബിഫോർ ക്രൈസ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി എന്നുള്ള. അവസാനത്തത്, ബി പേഷ്യൻറ്റ്. ട്രൈ ടു ബി പേഷ്യൻറ്റ്, അതർവൈസ് യു വിൽ ബി പേഷ്യൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. ക്ഷമയില്ലെങ്കിൽ ആശുപത്രി പോയി IPയിലോ OPയിലോ ഒക്കെ ക്യൂ നിൽക്കുമ്പോൾ ക്ഷമ പഠിക്കുമെന്നാണ് പറയുന്നത്. എന്തോരം ക്ഷമിക്കണം? 70 പ്രാവശ്യം എണ്ണമൊക്കെ കൂട്ടി വരുമ്പോഴൊന്നുമില്ല. ക്ഷമിക്കുക, അങ്ങോട്ട് ക്ഷമിക്കുക. കുരിശി കിടന്നുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഭർത്താവ് ഇവർ ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാട്ടാ, പക്ഷെ എനിക്കറിയാം, എന്നാലും അവരോട് ക്ഷമിച്ചേക്ക്, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, വെറുതെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എല്ലാ ദിവസവും മനഃപൂർവ്വം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ, കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് എന്താണ്, എന്ത് രസം, ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ, ചേട്ടന് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി തോന്നുമോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. പ്രിയമുള്ളവരെ, പൊറുക്കാൻ എളുപ്പമാണ്, പക്ഷേ മറക്കാൻ പാടാം. മറവി എന്നത് ചില സമയത്ത് വലിയ പുണ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുമെന്നാണ് പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്.